ചുവന്ന റോസാപ്പൂക്കളും ഹൃദയാകൃതിയിലുള്ള ചോക്ലേറ്റുകളും കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുന്ന മറ്റൊരു വാലന്റൈൻസ് ദിനം കൂടി എത്തിക്കഴിഞ്ഞു. പുറമെ പ്രണയത്തിന്റെ അതിപ്രസരം കാണുമ്പോഴും ഇന്ത്യൻ ദാമ്പത്യങ്ങളുടെയും പ്രണയബന്ധങ്ങളുടെയും അകത്തളത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. 2026 ഇപ്സോസ് ആഗോള സർവേ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ത്യൻ ദമ്പതികളിൽ പകുതിയിലധികം പേരും തങ്ങളുടെ വൈകാരികവും ശാരീരികവുമായ പ്രണയബന്ധത്തിൽ സംതൃപ്തരല്ല. പുറമെ സന്തോഷം നടിക്കുമ്പോഴും പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിലെ പോരായ്മകളും വർദ്ധിച്ചു വരുന്ന മാനസിക സമ്മർദ്ദവും ഭൂരിഭാഗം ദമ്പതികളെയും തങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ആഘോഷങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമായി ഒതുങ്ങുന്ന ഇന്ത്യൻ പ്രണയ ബന്ധങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? നോക്കാം. 29 രാജ്യങ്ങളിൽ നടത്തിയ ഇപ്സോസ് ഗ്ലോബൽ സർവേ പ്രകാരം ദാമ്പത്യ സംതൃപ്തിയിൽ ഇന്ത്യ ഏറ്റവും പിന്നിലാണ്. എന്നാൽ പ്രണയം, ലൈംഗിക ജീവിതം എന്നീ കാര്യങ്ങളിൽ ഇന്ത്യ മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നുണ്ട്. വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സർവേയിൽ പ്രണയവും ദാമ്പത്യവുമായി ബന്ധപ്പെട്ട 3 പ്രധാന കാര്യങ്ങളാണ് പരിശോധിച്ചത്. 1. സ്വന്തം ജീവിതത്തിലെ പ്രണയത്തിലുള്ള സംതൃപ്തി. അടുത്തത് ലൈംഗിക ജീവിതം. 3. പങ്കാളിയുമായുള്ള ബന്ധം. സർവേയിലെ പ്രധാന കണ്ടെത്തലുകൾ നോക്കാം. പാർട്ട്ണർ സാറ്റിസ്ഫാക്ഷൻ, അതായത് പങ്കാളിയുമായുള്ള സംതൃപ്തിയുടെ വിഭാഗത്തിൽ സർവേയിൽ പങ്കെടുത്ത 29 രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ റാങ്കാണ് ഇന്ത്യക്ക്. പങ്കാളിയുമായി സ്നേഹപൂർണ്ണമായ ബന്ധമാണ് ഉള്ളതെന്ന് 67% ഇന്ത്യക്കാർ പറയുമ്പോഴും ആഗോള ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് കുറഞ്ഞ നിരക്കാണ്. തങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ലഭിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിൽ പട്ടികയിലെ അവസാന 3 രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയാണ് ഇന്ത്യക്കൊപ്പമുള്ള മറ്റ് രാജ്യങ്ങൾ. ബന്ധങ്ങളുടെ നിലനിൽപ്പിനോ സ്ഥിരതയ്ക്കോ അപ്പുറം ഇന്ത്യൻ പങ്കാളികൾക്കിടയിലെ വൈകാരിക അടുപ്പം കുറവാണെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. വൈകാരികമായ കാര്യങ്ങളിൽ പിന്നിലാണെങ്കിലും പ്രണയം, ലൈംഗിക ജീവിതം എന്നീ കാര്യങ്ങളിൽ ഇന്ത്യക്കാർ സംതൃപ്തരാണ്. ഈ വിഭാഗത്തിൽ ഇന്ത്യ 8ാം സ്ഥാനത്തുണ്ട്. തായ്ലാന്റും ഇന്തോനേഷ്യയുമാണ് മുന്നിൽ നിൽക്കുന്നത്. വൈകാരികമായ അംഗീകാരം താരതമ്യേന കുറവാണെങ്കിലും പ്രണയവും അടുപ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇന്ത്യക്കാർ കൂടുതൽ പോസിറ്റീവായി വിലയിരുത്തുന്നു എന്നാണ് ഈ വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രണയത്തിന്റെ നഗരങ്ങളെന്നറിയപ്പെടുന്ന ഇറ്റലിയും ഫ്രാൻസും പോലും പട്ടികയിലെ അവസാന 10ലാണ്. ആധുനിക ജീവിത ശൈലിയിലെ സമ്മർദ്ദങ്ങൾ, ജോലിഭാരം, കുടുംബ ഉത്തരവാദിത്തങ്ങൾ എന്നിവ പങ്കാളികൾക്കിടയിലെ വൈകാരികമായ അടുപ്പത്തെ ബാധിക്കുന്നുണ്ടെന്ന് ഇപ്സോസ് ഇന്ത്യ CEO സുരേഷ് രാമലിംഗം സൂചിപ്പിക്കുന്നു. കാമസൂത്രയുടെയും ബോളിവുഡ് പ്രണയങ്ങളുടെയും നാടാണെങ്കിലും സമകാലിക യാഥാർത്ഥ്യങ്ങൾ ഇന്ത്യക്കാരുടെ പ്രണയ സങ്കല്പങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. പണം കൊണ്ട് പ്രണയം വാങ്ങാൻ കഴിയുമോ? കാലങ്ങളായുള്ള ഈ ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി നൽകുന്നതാവും പതിവല്ലേ. എന്നാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ്. സർവേയിൽ പങ്കെടുത്ത 29 രാജ്യങ്ങളിൽ പൊതുവെ ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ ആളുകൾ സ്നേഹിക്കപ്പെടുന്നതായി തോന്നാനും പ്രണയ ലൈംഗിക ജീവിതത്തിൽ കൂടുതൽ സന്തോഷവാന്മാരായിരിക്കാനും സാധ്യതയുള്ളതായി കണ്ടെത്തി. സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നൽ ഉയർന്ന വരുമാനമുള്ളവർക്കിടയിൽ 82%. കുറഞ്ഞ വരുമാനമുള്ളവരെക്കാൾ 10% കൂടുതലാണിത്. ഇനി ഉയർന്ന വരുമാനമുള്ളവരിൽ 68%വും കുറഞ്ഞ വരുമാനമുള്ളവരിൽ 52% മാത്രമാണ് തങ്ങളുടെ പ്രണയ ലൈംഗിക ജീവിതത്തിൽ സംതൃപ്തർ. ഇവിടെ 14% വലിയ അന്തരം കാണാം. ഈ സർവേക്കായി ഇന്ത്യയിലെ 18 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർ ഉൾപ്പെടെ ആകെ 23,268 പേരിലാണ് ഇപ്സോസ് അഭിമുഖം നടത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ള 2200 പേരിൽ ഏകദേശം 1800 പേര് നേരിട്ടും 400 പേര് ഓൺലൈൻ വഴിയുമാണ് സർവേയുടെ ഭാഗമായത്. നമ്മൾ പ്രണയത്തെ വാലന്റൈൻസ് ഡേ കാർഡുകളിലെ മനോഹരമായ വരികളായി കാണുമ്പോഴാണ് ഇപ്സോസ് സർവേ പോലുള്ള റിയാലിറ്റി ചെക്കുകൾ നമ്മെ ഞെട്ടിക്കുന്നത്. സർവേയിലെ അക്കങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രണയം കുറവാണെന്നല്ല, മറിച്ച് പ്രണയമെന്ന വികാരത്തെ നമ്മൾ ശരിയായി ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നാണ്. പണത്തിനും പദവിക്കും അപ്പുറം ഈ കാലഘട്ടത്തിലെ പ്രണയം ആവശ്യപ്പെടുന്നത് 2 മനുഷ്യർക്കിടയിലെ സത്യസന്ധമായ ഒരു കണക്ഷനാണ്. പ്രണയത്തെ ഒരു പൂർണ്ണതയുള്ള ബിംബമായി കാണുന്നത് നിർത്താം. പകരം അത് പരസ്പരം സഹിക്കാനും കുറവുകൾ മനസ്സിലാക്കി ചേർത്ത് പിടിക്കാനുമുള്ള ഒരു ഉടമ്പടിയായി കാണാം. നമുക്ക് വേണ്ടത് പെർഫെക്റ്റ് പ്രണയമല്ല, പ്രതിസന്ധികളിൽ കൈത്താങ്ങാകുന്ന ഒരു പങ്കാളിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.